പോക്കോയുടെ ആ ഒരു X7 സീരീസ് ജനുവരി 9 ലോഞ്ച് ചെയ്തത്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ജനുവരി 10 ഇന്ന് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിൽ നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ടെക് ക്രിയേറ്റേഴ്സ് നല്ല രീതിയിൽ റിവ്യൂ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഈ ഒരു ഡിവൈസ് റിവ്യൂ ചെയ്തിട്ടുണ്ടാവും, റിവ്യൂയുടെ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും. നിങ്ങളിപ്പം ഹിന്ദി എടുത്ത് നോക്കിയാലും മലയാളം എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അതിനകത്ത് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം അതിനെ നനപ്പിക്കുന്നതും തറയിലിട്ട് പൊട്ടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതായത് മെയിനായിട്ടും ഡ്രോപ്പ് ടെസ്റ്റും ആ ഒരു വാട്ടർ ടെസ്റ്റ്, IP റേറ്റിംഗ് ടെസ്റ്റും കാണിക്കാത്ത ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലത്തെ ആ ഒരു റിവ്യൂ വീഡിയോസ് ഒക്കെ നോർത്ത് ഇന്ത്യൻ സൈഡിലായിരുന്നു കുറേ വരാറുള്ളത്. ഇപ്പം ഈ അടുത്തൊക്കെയാണ് സംഭവം ഇങ്ങോട്ടും വന്നു തുടങ്ങിയത് കേരളത്തിലും. പക്ഷേ ഈ കേരളത്തിൽ ഈ ഒരു IP റേറ്റിംഗും ഡ്രോപ്പ് ടെസ്റ്റും കാണിച്ച് കൺവിൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയുടെ ആ ഒരു മിടുക്ക് എനിക്ക് തോന്നുന്നില്ല വർക്കാവുന്നു. 2 ഡിവൈസസാണ് പോക്കോയുടെ ആ ഒരു X7 സീരീസിൽ വന്നിട്ടുള്ളത്, X7ഉം X7 Proയും. പോക്കോയുടെ X7 ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷേ പോക്കോയുടെ X7 Pro വിഷയം ഫോണാണ്. കാരണം ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് അത്രയും പെർഫോമൻസ് കിട്ടുന്ന വേറൊരു ഓൾറൗണ്ട് ഫോണില്ല. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് പോക്കോയുടെ X7 Proനെ പറ്റിയാണ്. 24,990 രൂപയ്ക്കാണ് അവർ മാർക്കറ്റ് ചെയ്യുന്ന പ്രൈസ്. ശരിക്കും അതിൻ്റെ ആ ഒരു ടോപ്പ് എൻഡ് വേരിയന്റിന് 33,990 രൂപയാണ്. ഓക്കെ, ഫ്ലിപ്കാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അത് കട്ട് ചെയ്തിട്ട് 29,000 24,000 കാണാൻ പറ്റും. അപ്പം ഈ ഒരു ഡിവൈസ് ആർക്കൊക്കെ പറ്റും? ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ മെയിനായിട്ട് ഇപ്പം ഒരു +2 10 കഴിഞ്ഞ ഒരു പുതിയൊരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ടർ ഫോണൊക്കെ നോക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഇപ്പോൾ യൂട്യൂബ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായിക്കോട്ടെ, ഒരു ഓൾറൗണ്ടർ ഫോൺ, ഒരു ബഡ്ജറ്റ് ഫോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്നൊരു ഡിവൈസാണ് പോക്കോ. എനിക്കറിയാം പോക്കോയ്ക്ക് കുറേയധികം വിഷയങ്ങളുണ്ട്, മെയിനായിട്ട് സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ ആ ഒരു പൊട്ടിത്തെറികൾ, അങ്ങനത്തെ കുറേ കംപ്ലയിൻസുകൾ ഉള്ളതാണ് പോക്കോയ്ക്ക്. എങ്കിലും നിങ്ങളൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ഒരു 30,000 ഉണ്ടെങ്കിൽ, ഒരു ഓൾറൗണ്ടർ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ബെസ്റ്റ് ചോയ്സ് ആണ്. ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് വേറെ കുറേ ഡിവൈസസ് കിട്ടും, പക്ഷേ ആ ഒരു ഡിവൈസിൻ്റെ ഒക്കെ പ്രത്യേകത ഒന്നുണ്ടെങ്കിൽ അടുത്ത് ഉണ്ടാവില്ല. ഇപ്പോൾ ക്യാമറ ഉണ്ടെങ്കിൽ അതിനുള്ള ആ ഒരു പ്രോസസ്സിങ് ഉണ്ടാവില്ല, അതുപോലെ ഡിസ്പ്ലേ നല്ലതാണെങ്കിൽ നല്ലൊരു ബാറ്ററി ലൈഫ് ഉണ്ടാവില്ല. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉള്ള ഒരു പരിപാടിയാണെങ്കിൽ ഒരു 20 to 30 റേഞ്ചിൽ നടക്കുന്ന മിക്ക ഫോൺസിൻ്റെയും പ്രശ്നം. അപ്പം അതിവിടെ നല്ല രീതിയിൽ ഫിക്സ് ആയിട്ടുണ്ട് പോക്കോ ഈ X7 Pro ഇറക്കിപ്പോൾ. ഇനിയിപ്പം ഓൾട്ടർനേറ്റീവ്സ് ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഇപ്പം നിങ്ങളൊരു ക്യാമറ സെൻട്രിക് ആയിട്ട് ഈ റേഞ്ച് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നത്തിങ്ങിൻ്റെ ഫോൺ 2A എടുക്കാം, 2 സെയിം റേറ്റ് ആണ്. അപ്പം അത് റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാം. ഇനിയിപ്പോൾ അതല്ല, ഈ റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു ബ്രാൻഡഡ് ഡിവൈസ് വേണമെങ്കിൽ, അതായത് OnePlus ഡിവൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് OnePlusന്റെ Nord 4 എടുക്കാം. സ്നാപ്ഡ്രാഗണിൻ്റെ 7+ Gen 3 ഒക്കെ ആയിട്ട് വരുന്ന പ്രോസസ്സറൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഫോണാണ്. മെയിനായിട്ടും അതും പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺ എന്ന് പറയാൻ പറ്റില്ല. സ്നാപ്ഡ്രാഗൺ ആണെങ്കിൽ പോലും മെയിനായിട്ട് അതൊരു എന്താ പറയുക, ഓവറോൾ ഫോൺ എന്ന പോലെയാണ് ഇറക്കിയിട്ടുള്ളെങ്കിലും ക്യാമറ ചില സ്ഥലത്ത് മടുപ്പാണ്. അതുപോലെ തന്നെ പ്രോസസ്സിങ്ങിൻ്റെ അത്ര ഒരു ഇമ്പാക്റ്റ് ആ ഒരു Nord 4 കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ തന്നെ iQOO Z9S Pro എന്ന് പറഞ്ഞ ഡിവൈസും ഇതും 7 Gen 3 എന്ന് പറഞ്ഞ ആ ഒരു ചിപ്പായിട്ട് വരുന്ന ഡിവൈസാണ്. ഇപ്പം ഓൾട്ടർനേറ്റീവ്സ് കുറേ ഉണ്ടെങ്കിലും ഈ 2025 വെച്ച് നോക്കുമ്പോൾ, ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ പെർഫോമൻസ് അതുപോലെ തന്നെ ക്യാമറ സെറ്റപ്പിലും പോക്കോയുടെ സ്പെക്ക് നല്ല രീതിയിൽ തരുന്നുണ്ട്. അത് പറയാനുള്ള കാരണം, ഈ ഒരു പോക്കോ X7 Proയിൽ എടുത്തിരിക്കുന്നത് MediaTekന്റെ 8400 എന്ന് പറഞ്ഞ ചിപ്പിന്റെ അപ്ഗ്രേഡഡ് വേർഷനാണ്, 8400 Ultra. ഈ ഒരു ചിപ്പിന്റെ മെയിൻ പ്രത്യേകത, ഇതിൽ എഫിഷ്യൻസി കോർ ഇല്ല. ഓക്കെ, മിക്ക കമ്പനീസും ഈ കോർ കൗണ്ടും കാര്യങ്ങളും കൂട്ടുമ്പോൾ എഫിഷ്യൻസി കോർ കൂട്ടിയിട്ടാണ് നമ്മളെ പറ്റിക്കുന്നത്. അപ്പം അത് ഒഴിവാക്കിയിട്ട് MediaTek മൊത്തം പ്രൈം കോറായിട്ടും അതുപോലെ തന്നെ പെർഫോമൻസ് കോറുമായിട്ടൊക്കെ ഇറക്കിയിട്ടുള്ള ഒരു ബെസ്റ്റ് പെർഫോമിംഗ് ചിപ്പാണ് ഈ ഒരു MediaTekന്റെ 8400 Ultra. അപ്പം ഈ റേഞ്ചിൽ ഈ ഒരു ചിപ്പാണ് ഇപ്പോൾ ടോപ്പ് മോസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്, ടോപ്പ് പെർഫോമിംഗ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പം ആ ഒരു സ്നാപ്ഡ്രാഗണിൻ്റെ 7+ Gen 3 ആയാലും 7 Gen 3-നൊക്കെ അഡിസ്റ്റഡ് പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു MediaTekന്റെ ചിപ്പിൽ കിട്ടുന്നത്. അപ്പം ഇവിടെ ക്യാമറ സെറ്റപ്പിലേക്ക് വരുമ്പോൾ സോണിയുടെ സെൻസറാണ് വരുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് വന്നിരിക്കുന്ന സ്പെക്ക് അടിപൊളിയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കണ്ടന്റ് ക്രിയേഷൻ, ഒരു വീഡിയോഗ്രാഫി സെറ്റപ്പ് ഒക്കെ നിങ്ങൾ ഈ ഒരു ഫോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ Blackmagic ക്യാമറ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഉണ്ട്, പിന്നെ തേർഡ് പാർട്ടി ക്യാമറ ആപ്ലിക്കേഷൻസ്. അപ്പം ഈ സോണിയുടെ സെൻസർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ തേർഡ് പാർട്ടി ആപ്സിലൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് അതുപോലെ ISO ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സെൻസറിന്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ പോക്കോയുടെ പ്രോസസ്സിങ്ങിനെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പം ഇങ്ങനത്തെ സ്പെക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് എനിക്ക് ഒരു പോക്കോ X7 Proനെ പറ്റി പറയാനുള്ളത്. അപ്പം ഇപ്പോഴത്തെ നിങ്ങൾ ഇനിഷ്യൽ റിവ്യൂ കണ്ടിട്ടുണ്ടാവും, അൺബോക്സിങ് കണ്ടിട്ടുണ്ടാവും, കുറേ ഡ്രോപ്പ് ടെസ്റ്റും IP69 68ൻ്റെ കാര്യം പറഞ്ഞ കുറേ വെള്ളത്തിലിട്ട് കാണിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശരിക്കും അതൊന്നും അല്ല ഇത് കാണേണ്ടത്. ഇപ്പം ഇനി അവർ തന്നെ ഒരു 1-2 മാസം കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഓവർ വ്യൂ, ഫുൾ റിവ്യൂ പറയും. അപ്പം
അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. ആ ഒരു സമയത്ത് അവരുടെ റിയൽ തോട്ട്സ് ആയിരിക്കും പറയാൻ ഉദ്ദേശിക്കുക. അതിൽ കമ്പനിയുടെ ആ ഒരു പോളിസി വെയിറ്റ് ചെയ്യുന്ന പരിപാടിയോ കാര്യങ്ങളോ ഉണ്ടാവില്ല. മലയാളം യൂട്യൂബ് ചാനലിൽ അങ്ങനെ നമ്മൾ അധികം കാണാറില്ല. പക്ഷേ നോർത്ത് ഇന്ത്യൻ സൈഡും പരിപാടികളൊക്കെ ആ ഒരു രീതി ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഇരുന്ന് നോക്കിയാൽ മതി. ഈ അങ്ങനത്തെ വീഡിയോസിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. ഈ ഒരു പോക്കോയുടെ ഈ ഒരു X7 സീരീസിനെ പറ്റി നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റി. അപ്പം ഇതുപോലെ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയാനാ, ക്രിയേറ്റേഴ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ കമ്പനി പറയുന്ന രീതി ചെയ്തില്ലെങ്കിൽ അവർക്ക് റിവ്യൂസ് കിട്ടില്ല. അപ്പം കുറച്ചാകുമ്പോൾ എനിക്ക് മേടിക്കേണ്ടതാണ്. അപ്പം എന്തായാലും അങ്ങനെയാണ് പറയാനുള്ളത്. ഇപ്പോൾ ഒരു ഓവറോൾ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ 30,000 രൂപയ്ക്ക് നിങ്ങളൊരു ഓവറോൾ ഫോൺ, ഡിസ്പ്ലേ, ക്യാമറ, ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ ഇതിനകത്ത് വരുന്നത് സിലിക്കൺ കാർബൺ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ടെക്കാണ്. ഇപ്പം ഓപ്പോയിലൊക്കെ ഭയങ്കര ഹീറ്റ് ആയിട്ടുള്ള ആ ഒരു ടെക്ക്. ഹയർ കപ്പാസിറ്റി ഉള്ള ബാറ്ററിയാണ്, പക്ഷേ എങ്കിലും വെയിറ്റ് കുറവാണ്. നൈസ് പരിപാടിയാണ്. അപ്പം ബാറ്ററി, അതുപോലെ ക്യാമറ സെറ്റപ്പ് എന്ന് പറഞ്ഞല്ലോ, അനാവശ്യമായിട്ടുള്ള സെൻസേഴ്സ് ഒക്കെ കളഞ്ഞിട്ട് ഒരു പ്രൈമറി സെൻസർ കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നല്ല കമ്പനിയുടെ സെൻസർ, സോണിയുടെ സെൻസർ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു അൾട്രാ വൈഡ്, വലിയ ഉപകാരമില്ല, 8 മെഗാപിക്സലിന്റെ. പക്ഷെ നിങ്ങൾക്ക് പേരിന് മാക്രോയ്ക്ക് പകരം ഒരു അൾട്രാ വൈഡ് കൊടുത്തത് എന്തായാലും എനിക്ക് നന്നായിട്ടാണ് തോന്നിയത്. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുമ്പോൾ 20 മെഗാപിക്സലിന്റെ ക്യാമറ ധാരാളമാണ്. വലിയ ഒരു ഔട്ട്പുട്ട് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ ആ തേർഡ് പാർട്ടി ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ഇത്തിരി ക്യാമറ ടെക്നിക്സ് പഠിക്കണമെന്നുള്ളൂ. അതല്ലാതെ വേറൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഇഷ്ടമുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഔട്ടെടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് പിന്നെ 12 GB റാമും കിട്ടും. അപ്പം പോക്കോ ഈ വർഷം നല്ലൊരു സ്റ്റാർട്ടിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫോൺ എടുത്തിട്ട് അപ്ഡേറ്റിൻ്റെ ഒക്കെ വിഷയം വരുവാണെങ്കിൽ എന്നെ പറയരുത്. കാരണം അത് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല സ്പെക്കിലും അതുപോലെ നല്ല രീതിയിൽ ആ ഒരു ഡിവൈസ് ഇറക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ എത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.